മനുഷ്യൻ പുരോഗമിച്ചു തുടങ്ങിയ കാലത്ത് അതിൽ കൂടുതൽ പുരോഗതി നേടിയ ആൾക്കാർ ചേർന്ന് അവരുടെ മുകളിലൊരു ദൈവത്തെ അങ്ങ് പ്രതിഷ്ഠിച്ചു. ഒരു ദൈവത്തെ കണ്ടെത്തി. അവരെ അതിൽ താഴെ ഉള്ള ആൾക്കാർ, ബാക്കി ആൾക്കാരെ ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തെ കണ്ടു, ഞങ്ങൾ ദൈവത്തെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾക്കൊന്നും സാധിച്ചില്ല, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആരാധിച്ചോളാം ദൈവത്തെ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിച്ചോണം, അല്ലെങ്കിൽ ദൈവം കോപിക്കും, അത് നമുക്ക് കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ബുദ്ധിവികാസം വേണ്ടത്ര സംഭവിക്കാത്ത ജനം അതനുസരിച്ചു, അതുപോലെ അനുസരിച്ചു. അത് ബാബിലോണിയയിലും ഭാരതത്തിലും ഒക്കെ ഏതാണ്ട് ഒരേ കാലത്ത് സംഭവിച്ചു. അവരനുസരിച്ച് ഇങ്ങനെ ആ വർഗം, അവരാണ് പുരോഹിത വർഗം. അത് അന്ന് തന്നെ ചൂഷണമാണ്. ബുദ്ധി വികസിച്ചവർ ബുദ്ധി കുറഞ്ഞവരെ ചൂഷണം ചെയ്യും. ലോകത്തിൽ അന്നേ അതിന് മുമ്പേ ഉണ്ടത്. അവരെ ചൂഷണം ചെയ്ത് മറ്റൊരു സുഭിക്ഷമായിട്ട് ജീവിച്ചു വന്നു. പുരോഹിത വർഗം അങ്ങനെ ലോകത്തിൽ രൂപം കൊണ്ടു. അവരന്ന് നടത്തിയ ആ ചൂഷണം ഇന്നേ വരെ തുടരുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് അവരാണ്, ഈ പുരോഹിത വർഗമാണ്. യേശു ക്രിസ്തു തനിയെ ചിന്തിക്കാൻ ശേഷിയുള്ള ആളാണെന്ന് അവർക്ക് മനസ്സിലായി. ചിന്താശേഷിയുള്ള ആളാണെന്ന്, ദൈവാംശമുള്ള ആളാണെന്ന്. അവരെ കമത്തി അടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞ് അവരെ പരമാവധി അത് അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. അദ്ദേഹം ഒരു 5 കൊല്ലം കൊണ്ട് ലോകത്തിൽ ജീവിച്ചെങ്കിൽ ലോകം സ്വർഗമാക്കി. ഇനി അതിന് അവർ സമ്മതിച്ചില്ല. കാരണം അവരുടെ സാധനം വിറ്റ് സൂക്ഷിക്കാൻ പറ്റുകയില്ല. അവർക്ക് ബോധ്യപ്പെട്ടു. അതാണ് അവിടെ സംഭവിച്ചത്. ഇവിടെയും അത് തന്നെ, ഇന്ത്യയിലും ഭാരതത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. താഴെ ബാക്കിയുള്ള ഭൂരിഭാഗം വരുന്ന ഒരു ജനത്തെ അവർ കബളിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, യോഗങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ചുമ്മാതിരുന്നേച്ചാൽ മതി, ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരണം, ഞങ്ങൾ അതൊക്കെ ഭുജിച്ച് സന്തോഷിച്ച് സൂക്ഷിച്ച് ജീവിച്ചോളാം, നിങ്ങൾ എല്ലാം മുറിയെ പണി ചെയ്യുക. ആദ്യകാലങ്ങളിൽ വനത്തിൽ വേട്ടയാടാനും കിഴങ്ങുകളും ഒക്കെ പറിക്കാനും ഇങ്ങനെ അതിജീവനത്തിനും മറ്റ് കൂട്ടങ്ങളിൽ നിന്ന് ശല്യം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ പൊരുതി ഇങ്ങനെ അവരെ കൂടെ കാത്തു സൂക്ഷിച്ചു പോകുന്നു. കാലം മുന്നോട്ട് പോയി. ഇപ്പോഴും ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും അതേ പുരോഹിത വർഗം, അതേ ചൂഷണം ലോകത്തിൽ നടപ്പാക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഭാരതത്തിലെ ഈ ജാതി ഉണ്ടായത്. അവർക്ക് പരമാവധി ബുദ്ധി വികസിക്കുന്നതനുസരിച്ച് അവർക്ക് നിലനിൽപ്പ് അവരെ ചോദ്യം ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടവരെ അവർ ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്തു. ചെറിയൊരംശം, ഒരു 5% അത്രയും വരുള്ളൂ ഇവരെ, ഈ പുരോഹിത വർഗം. അവരെ അങ്ങ് ബുദ്ധിപൂർവ്വം അങ്ങ് തരംതിരിച്ചു ജനത്തിനെ പല തട്ടുകളിലായിട്ട്. അത് ബുദ്ധിപൂർവ്വം ചെയ്തത് ബാക്കിയുള്ളവരെല്ലാം അവരെക്കാൾ താഴെ നല്ല വെച്ചത്. അങ്ങനെ വെച്ചാൽ അധികം കാലം നിൽക്കുകയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കാരണം അവരെ ഓരോരുത്തർക്കും താഴെ ആൾക്കാരെ സൃഷ്ടിച്ചു. അതായത് ഇപ്പം ഏറ്റവും മുമ്പിലുള്ള പുരോഹിത വർഗത്തിന് താഴെ ഒരു തട്ട്, അവർക്ക് താഴെ വേറൊരു തട്ട്, അങ്ങനെ ഓരോ തട്ടിന് താഴെ എല്ലാ ആൾക്കാർക്കും ഏറ്റവും അവസാനത്തെ തട്ടിൽ വരുന്നിടം വരെ അവരെല്ലാം അവരുടെ കീഴിലാളുണ്ട്. അതൊരു സുഖമാണ്, അത് അനുഭവിക്കാനോ അല്ലോ അവർക്ക്. അതുകൊണ്ട് ആരും ഇത് അനങ്ങിയില്ല. ഏറ്റവും താഴെ നിൽക്കുന്ന ഏറ്റവും ചുരുങ്ങിയൊരു വർഗം, അവർക്ക് തീരെ പുരോഗതി ഇല്ലാത്ത വനവാസികൾ, അന്നത്തെ വനവാസി, ഇന്നത്തെ അല്ല, ഇനി വരെയുള്ളവരാ. അപ്പം അന്നത്തെ കാലത്തെ അത്ര പുരോഗതിക്കാത്ത ഒരു ചെറിയ വംശം ഒഴിച്ചു ബാക്കി എല്ലാവർക്കും താഴെ ആളുണ്ടായിരുന്നു. അത് അവർക്കെല്ലാം ഒരു സുഖമായിരുന്നു. അതുകൊണ്ടാണ് ഈ 1200 കൊല്ലം ഇവിടെ തുടരാൻ പറ്റിയത്. ഈ നശിച്ച ഈ ദുർനടപടി തുടരാൻ പറ്റിയത് അതുകൊണ്ടാണ്. അത് പരമാവധി
നമ്മൾ ബോധ്യപ്പെട്ടു. ലോക ജനതയ്ക്ക് ഇന്നറിയാം. എന്നാലും ഈ ഒരു ചൂഷണത്തിൽ നിന്ന്, പുരോഹിത വർഗത്തിൻ്റെ ചൂഷണിയിൽ നിന്ന് ലോകം ഒരിക്കലും രക്ഷപ്പെടുമെന്ന് തോന്നി. ഇതേവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ കീഴിൽ അവർ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് ഒരു രീതിയിലാണ് ലോകം പോരുന്നത്. എന്നാൽ സ്വാർത്ഥമതികളല്ലാത്ത വിദ്യാസമ്പന്നരായ ഇവരുണ്ട്. അവരാരും താഴെ ആളിനെ നോക്കിക്കൊണ്ടല്ല. എന്നാൽ ഈ പുരോഹിത വർഗം വ്യത്യസ്തമാണ്, ചൂഷകർ മാത്രമാണ്. ബുദ്ധിമാന്മാർ വേറെയുണ്ട്. അതിൽ പെടുന്നതാണ് നമ്മുടെ വാൽമീകി മഹർഷിയും നമ്മളുടെ വേദവ്യാസ മഹർഷിയും അതുപോലെ എണ്ണമില്ലാത്ത ഉപനിഷത്തിൽ ചമച്ച 10,000 യോഗികളും ഈ വർഗത്തിൽ പെടുന്നതല്ല. അവർ വേർതിരിഞ്ഞ് ഈ ഭൗതിക ജീവിതത്തിൽ വിട്ട് ആത്മീയ സുഖത്തിൽ ആഹ്ലാദിച്ചെന്നൊരു ഗ്രൂപ്പാണ്. അവർക്ക് ജാതിയൊന്നും പ്രശ്നമില്ല, അവർ മൈൻഡ് ചെയ്യയില്ല പുരോഹിത വർഗത്തെ. ഇന്നും യോഗികൾ പുരോഹിത വർഗത്തെ അംഗീകരിക്കുന്നില്ല. പുരോഹിത വർഗം അംഗീകരിക്കുന്നില്ല പറഞ്ഞാൽ അവർ പറയുന്നത് അർത്ഥമില്ലെന്ന് ഉള്ള ബോധ്യം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അവർ ബുദ്ധിയുള്ള ഇനമാണ് ഈ പുരോഹിത വർഗം. ഇന്നും പുരോഹിതരുണ്ട്, ഹിമാലയത്തിൽ ധാരാളം പേരുണ്ട്. പുരോഹിതരല്ല, യോഗികൾ. പുരോഹിതർ വേറെ ഗ്രൂപ്പാണ്, ചൂഷകർ മാത്രമാണ് ലോകത്തിൽ എന്നും. അവരിന്നും മന്ത്രം ജപിച്ചും അതുപോലെയൊക്കെയുള്ള സൂത്രപ്പണികൾ കൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ ജ്യോതിഷവും. അതുൾപ്പെടെ ഈ രീതിയിൽ പോകാതെ ഈ ജാതി സമ്പ്രദായം ഭാരതത്തെ നശിപ്പിച്ചു അവരുടെ സ്വാർത്ഥയ്ക്ക് വേണ്ടിയിട്ട്. വെറും 5% ഒരു വിഭാഗമാണ് ഈ ലോകത്ത് ഇന്ത്യ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞത്. ഈ ജാതി ഉണ്ടാക്കിയിട്ട് അതാണ് അന്യൻ്റെ കീഴിൽ 1000 കൊല്ലം അടിമപ്പെട്ടു പോയത്. ഇവിടെ ഏറ്റവും മുമ്പിൽ പുരോഹിത വർഗത്തെ ഒഴിച്ചു ബാക്കിയെല്ലാവരും അനേക തട്ടുകളാണ്, കുറച്ചല്ല. അതിൽ തന്നെ ഈ ഒരു ഗ്രൂപ്പ് നായർ ഗ്രൂപ്പ് അതിൽ തന്നെ 56 തിരിച്ചിരുന്നു. ഈ നായരെ തന്നെ ഇല്ലത്ത് നായർ, മറ്റേത്ത് നായർ, വെളുത്തളം നായർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നായർ. ഇവന്മാർ തമ്മിൽ ഒരിക്കലും യോജിക്കരുത്. അതൊക്കെ അതിൻ്റെ ഉദ്ദേശം. എന്തോ ഒരു വിക്രികളെ കാട്ടിക്കൂട്ടിയ ഭാരതത്തിൽ. അതിൻ്റെ വേദന ഒരിക്കലും ഉണങ്ങാത്തതുപോലെ നമ്മളെ ബാധിച്ചിരുന്നു എല്ലാവരും. ആ മുകളിലുള്ള ഒരു ഗ്രൂപ്പ്, ചെറിയ ഗ്രൂപ്പ് 5% ഒഴിച്ചു ബാക്കി 95% ഈ ജാതിപ്പിടിയിൽ പെട്ട് നശിച്ച് നാണാകെട്ട് വലിച്ചു. അന്യൻ്റെ കീഴിൽ കിടന്ന് അമർന്ന് ആകെ നശിച്ചു. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളുടെ പുരോഗമനവാദികളായ ആൾക്കാർ ഇത് നീക്കം ചെയ്യാൻ കഠിനമായിട്ട് ശ്രമിച്ചതും അംബേദ്കർ അതിൽ മുൻകൈ എടുത്തത് നീക്കം ചെയ്തതും നിയമം കൊണ്ട് നീക്കം ചെയ്തതും. ഇപ്പോഴും അതിൻ്റെ വേദന പേറാത്തൊരു ഈ ഭാരതത്തിലില്ല. പല രീതിയിൽ ഒന്നല്ലേ മറ്റൊന്നിൽ മനുഷ്യൻ കഷ്ടപ്പെട്ട് ജീവിതത്തെ അർത്ഥമില്ലാതെ ജീവിച്ചവരാ ഇന്ത്യയിലുള്ള 95% ഈ ജാതി കാരണം കൊണ്ട്. 5% അവർ വേറെ അങ്ങ് നയിച്ചു. ഈ 5% പുരോഹിത വർഗം അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ 5% ഈ മന്ത്രം ജപിച്ചാൽ അതിജീവിക്കാൻ പറ്റുമോ? അവർക്കും ഇത് ഭാര്യയായിട്ട് വന്നു, തിരിഞ്ഞു കുത്തി. ഇരുതല വാളായിട്ടാണ് വർക്ക് ചെയ്ത് ഇവിടെ ഈ ജാതി. 2 ഗ്രൂപ്പിനെ ഒരുപോലെ നശിപ്പിക്കുന്ന കാരണമായി. 10,000 കൊല്ലം കൊണ്ട് എന്തോ ഒരു നാശം അവിടെ വന്നു കൂടിയത്. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത് നിയമം കൊണ്ട് മാറ്റിയതും സാമൂഹിക സ്ഥിതിയിൽ നിന്ന് മാറ്റം വരുത്താൻ കഠിനമായിട്ട് ശ്രമിച്ചതും. അത് 90% വരെ വിജയിക്കുകയും ചെയ്തു. 10% ഇപ്പോഴും ഉണ്ട്. 10% അതൊരിക്കലും വെച്ച് വാഴിക്കരുത്. അത് കംപ്ലീറ്റ് നീക്കം ചെയ്യണം. ആ ഒരു സ്വഭാവത്തിൽ കണ്ടാൽ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. നിയമം നമുക്ക് അനുകൂലമാണ്. അതെപ്പോഴും ഓർത്തോണം ഓരോ വ്യക്തിയും. ഇത് നമ്മുടെ ഭാരതത്തിൽ പറ്റിയ വലിയൊരു അബദ്ധമാണ്. ഇനി ഒരിക്കലും അങ്ങനെ ആരും ആരെക്കാളും താഴെയോ ആരും ആരെക്കാളും മുമ്പിലോ ആണെന്നൊരു വിചാരമോ ഇടപെടലോ ഒരിക്കലും ഉണ്ടാവരുത്. സാംസ്കാരിക നിലവാരം നോക്കി ആൾക്കാരുടെ ഇടപെടണം, അത്രമാത്രം. ഒരാൾ കൊള്ളാവുന്ന കൊള്ളാവുന്ന ആളിനോട് ഇടപെടാൻ ഇൻട്രസ്റ്റ് കാണിക്കും എന്നും കണ്ട് തീരെ കൾച്ചറില്ലാത്ത ആൾക്കാരുമായിട്ട് യോജിച്ചിരിക്കില്ല. അതുമാത്രം നോക്കിയാൽ മതി. അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രമേണ കൾച്ചർ കുറഞ്ഞ ഒരു നല്ല നിലയിൽ വരും, ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ. അതിനൊത്തിരി കാലമൊന്നും വേണ്ട.
ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിവികാസം മനുഷ്യന് പരിണാമത്തിൽ വന്നു കഴിഞ്ഞു. ഒരാൾക്ക് സമൂഹത്തിൽ എങ്ങനെ നല്ല നിലയിൽ ചിന്താഗതി വരുത്തണമെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവന് പെട്ടെന്ന് 1-2 കൊല്ലം കൊണ്ട് തിരുത്തി നല്ല പരിഷ്കാരമായിത്തീരും മാനസികമായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ ഇനിയും അങ്ങനൊരു അവസ്ഥ ഒരു കാലത്ത് ഒരു മനുഷ്യനും സമ്മതിക്കുകയില്ല. കാരണം ഇതിൻ്റെ ഈ ദുഃഖം അനുഭവിച്ച ഒരു 95%, 5% ഉള്ളൂ അവർ വേറെ ഉപരിവർഗമാണെന്നും പറഞ്ഞ് ഇല്ലാത്ത എല്ലാ കുഴപ്പങ്ങളും അവരുടെ മേലും വന്ന് പതിച്ചു. ഈ 2 തലയുള്ള വാളായതുകൊണ്ട് 2 അപ്പുറവും ഇപ്പുറവും അതിന് മൂർച്ചയുണ്ടായിരുന്നു. ഇങ്ങോട്ട് വെട്ടിയപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങൾ ഇതിലൂടെ ഉണ്ടായിട്ടുള്ളൂ. അത് വലിയ നഷ്ടമാണ്. രാജാക്കന്മാരെ നിയന്ത്രിച്ചിരുന്ന അവരാണ്, പുരോഹിത വർഗമാണ്. ലോകം മുഴുവൻ അങ്ങനെയായിരുന്നു എന്നും. അങ്ങനെയാണ് യേശുക്രിസ്തുവും വധിക്കപ്പെട്ടത്. അവരെയും രാജാക്കന്മാരെ പുരോഹിത വർഗമാണ് നിയന്ത്രിച്ചിരുന്നത്. അവിടെയും ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇതേ സ്ഥിതിയായിരുന്നു. 20ാം നൂറ്റാണ്ട് മുതൽ ആ മാറ്റം കാര്യമായിട്ട് വന്നു തുടങ്ങിയത്. ഇപ്പോൾ 21ാം നൂറ്റാണ്ടായി. ഇനി ഒരിക്കലും അത് വെച്ചു ഉറപ്പിക്കുകയില്ല ലോകത്തിലാരും. ആരും അംഗീകരിക്കില്ലതൊന്നും പുരോഹിത വർഗത്തെ. അതൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. മനുഷ്യന് അതല്ല വേണ്ടത്. മനുഷ്യന് സൗകര്യങ്ങൾ വേണം. അവന് പുതിയ കണ്ടെത്തലുകൾ വേണം. ശാസ്ത്രം ഒത്തിരി വികസിച്ചു. മതമല്ല, ശാസ്ത്രം വികസിച്ചെങ്കിലേ മനുഷ്യന് സുഖമായിട്ട് അന്തസ്സായിട്ടും ജീവിക്കാൻ പറ്റൂ. അവന് ഈ മതവും കെട്ടിപ്പിടിച്ച് അർത്ഥശൂന്യമായ ഇതും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പുരോഹിത വർഗം ഉണ്ടായതായി ഈ മതം ഇത്രയും വികസിച്ചതും നിലനിൽക്കുന്നതും. പുരോഹിതർ അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് താഴെയെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന മനുഷ്യൻ അതിന് താഴെയാണെന്ന് അവർ സ്വയം ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. ഏതാണ്ട് സെൽഫ് ഹിപ്നോട്ടൈസ് ചെയ്തിരുന്നു എല്ലാ മനുഷ്യരും. ഇന്നും അത് തന്നെയാണ്. അതിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ ജനത അത് പെട്ടെന്ന് ഏത് പുരോഗതിയും യൂറോപ്പിലാണ് ആദ്യം വരുന്നത്. ഇന്നേ വരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. യൂറോപ്പ് മതം ഉപേക്ഷിച്ചു, മുക്കാലും പേര് ഉപേക്ഷിച്ചു, അമേരിക്ക ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് ലോകരാജ്യങ്ങളെല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക. സൗദി അറേബ്യയിലൊക്കെ കാര്യമായ മാറ്റമാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ മാറ്റം ലോകം മുഴുവൻ വരും. ഈ 21ാം നൂറ്റാണ്ട് കൊണ്ട് ഈ മതങ്ങൾ കംപ്ലീറ്റ് ലോകത്തു നിന്ന് പോകാനാണ് സാധ്യത. ശാസ്ത്രം കയറി കൈയടക്കും. ശാസ്ത്ര വിഷയങ്ങൾ ഇന്ന് മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന AI പോലുള്ള സംവിധാനം പോലും വന്നു കഴിഞ്ഞു. ചോദ്യങ്ങൾ ചോദിച്ചാൽ ന്യായമായ കൃത്യമായ ആൻസർ കിട്ടും. ഏത് വിഷയത്തെക്കുറിച്ചും ഇന്നൊന്നുമില്ല, എന്തും ചോദിക്കാം, കൃത്യം ആൻസർ കിട്ടും. ഏത് ഭാഷയിലും കിട്ടും. അവനവൻ്റെ ഭാഷയിൽ ചോദിക്കാം, അതേ ഭാഷയിൽ മറുപടി കിട്ടും. അത്ര വികസന പേര് ഇപ്പോഴും ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് മനുഷ്യൻ അങ്ങ് തീരെ താഴത്തെ കടയിൽ നിൽക്കേണ്ട കാര്യമില്ല. പുരോഗമിച്ച മനുഷ്യൻ അതിവേഗം പുരോഗമിച്ചു. ഏത് പുരോഗതിയും ലോകത്തുണ്ടായിട്ടുള്ള യൂറോപ്പിൽ നിന്നാണ്. അതിപ്പോഴും തുടങ്ങിയതല്ല, തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. നല്ല പുരോഗതിയിലാണ് ഇപ്പം. ചുരുക്കി പറഞ്ഞാൽ ഒരു 65-70% പ്രത്യക്ഷമായിട്ട് ഉപേക്ഷിച്ചവരവിടെ മതം. ഭാരതത്തിലും അത് അതിവേഗം ഒത്തിരി അമർന്ന് കിടന്നതുകൊണ്ട് അവരുടെ ബുദ്ധിവികാസം കുറച്ച് കുറവുണ്ട് ഭാരതീയർക്ക്. കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ പുറകോട്ട് പോയത് അങ്ങനെയാണ്. അപ്പോൾ ഇതും അതിവേഗം ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. മതമല്ല, നല്ലൊരു കൾച്ചർ വളർത്തണം ബുദ്ധിപരമായിട്ട്. അതാണ് ഈ യോഗികൾക്ക് വില കൊടുക്കേണ്ടത്. അവരാരും പല യോഗികളും ദൈവവിശ്വാസികൾ തന്നെയല്ല. ദൈവവിശ്വാസം അല്ല അവർക്കുള്ളത്. അവർക്ക് മറ്റ് പ്രപഞ്ച നിയമങ്ങളിലാണ് വിശ്വാസം. അതാണ് ചാറുവാകനെയൊക്കെ ഇന്ത്യൻ ജനത ഇന്ത്യയിൽ എന്നും ഈ എല്ലാ വിഭാഗവും ചാറുവാക മഹർഷിയൊക്കെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ദൈവമില്ലെന്ന് തന്നെ തീരുമാനിച്ച് പ്രചരിപ്പിച്ച ആളാണ്. അതാണ് യോഗികളുടെ. മറ്റുള്ളവർ അങ്ങനെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലും പറഞ്ഞോഴുമുണ്ട്. ബുദ്ധദേവൻ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരനെക്കുറിച്ച് പുള്ളി ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ തയ്യാറില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് പുറകെ കുറേ നടക്കാൻ കാണും. ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയ കാണിക്കുന്നതെന്ന് വരും. ഇത് പേടിച്ചിട്ട് ബുദ്ധനെ തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതുപോലെ എല്ലാ മഹാന്മാരും അങ്ങനെയാണ്. ഈ ആൽബർട്ട് ഐൻസ്റ്റീനും ഒന്നും വലിയ വിശ്വാസിയായിരുന്നില്ല. വഴി പോവും. അത് ഈ സമൂഹത്തിലെ അപ്പോഴത്തെ സ്ഥിതിഗതികൾ അറിയാനും ഒരു സാമൂഹിക അന്യോന്യൊരു റിലേഷൻ വരാനും മാത്രമാണ്. അല്ല, അവരൊന്നും വലിയ വിശ്വാസികളൊന്നും അല്ലായിരുന്നു. ഇതുപോലെ ശാസ്ത്രജ്ഞന്മാരെല്ലാം അങ്ങനെയാണ്. അവരൊന്നും തുറന്നു പറയത്തില്ല. ഒരു ജ്യോതിഷനുമായിട്ട് ഒരിക്കലും ഒരു ചർച്ച ഒരു ശാസ്ത്രജ്ഞൻ നടത്തി. ദൂരദർശനിൽ വന്നിരുന്നു. അപ്പം
ഈ ജ്യോതിഷൻ വിഡ്ഢിത്തരങ്ങളെല്ലാം വിളമ്പി ഇതൊക്കെയാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം കൗശലപൂർവ്വം അങ്ങ് ഊരുന്നതാണ് കണ്ടത്. ഇതിനെ ഒന്നും തർക്കിക്കാനൊന്നും അദ്ദേഹം പോയില്ല. ഇവനെ നന്നാക്കാനൊക്കത്തില്ല. അങ്ങനെ പട്ടിയുടെ വാലൊന്നും ഓർക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ന്യൂട്ടിൽ ഊരി, ഒന്നും എതിരും പറഞ്ഞില്ല, അനുകൂലവും പറഞ്ഞില്ല. അതാണ് ശാസ്ത്രവും മതവും തമ്മിലുള്ള വ്യത്യാസം. മതത്തിൻ്റെ സന്തതിയായ ജ്യോതിഷം. അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ.